നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഡെയിലി PYQ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എത്ര ചോദ്യങ്ങളാണ്? 40 മുൻവർഷ ചോദ്യങ്ങളാണ്. 2025 PSC ചോദിച്ചിട്ടുള്ള 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യോത്തരം ഇപ്പം തന്നെ പഠിച്ചു പോകുക. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ ഒരു പ്രസ്താവന ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിയോ, ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. ഡോക്ടർ DS കോത്താരി. അദ്ദേഹം ആരാണ്? 1964-66 കാലയളവിൽ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപം കൊണ്ടായിരുന്നു. ആ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ DS കോത്താരി. കോത്താരി കമ്മീഷൻ എന്നാണ് ആ ഒരു കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. അടുത്തത്, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം ഓപ്ഷൻ ബി, മെറ്റേർണിക് ആണ് ഇങ്ങനെ പറഞ്ഞത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. നാലാമത്തെ ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, കൂറോളി ചേകോൻ ആണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. അടുത്തത്, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിൽ 2 PM ആകുമ്പോൾ നമുക്ക് എത്രയാണ്? ഒരു 5 മണിക്കൂർ 30 മിനിറ്റും അതിൻ്റെ കൂടെ കൂട്ടുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 7:30 PM. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ധനനയവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നും ശരിയാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാം ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചായിട്ടാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ചത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 61ാം ഭേദഗതി. ഏത് വർഷമാണ്? 1989 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു? R വെങ്കിട്ടരാമൻ ആയിരുന്നു. അപ്പോൾ 1881 61ാം ഭേദഗതിയിലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. ഏത് അനുച്ഛേദത്തിലാണ് മാറ്റം വരുത്തിയതെന്ന് അറിയോ? ആർട്ടിക്കിൾ 326 മാറ്റം വരുത്തിയത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്?
ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകരയിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് താലൂക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിന്. ചോദ്യം എന്താണ്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി വരുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം. അടുത്തത് 11ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ ബി ആണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളുമായി നിർമ്മിതമായ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഏറ്റവും പഴക്കം ചെന്നത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് വന്നോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ 3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗമാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗത്തെയാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. അടുത്ത ചോദ്യം. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പടിഞ്ഞാറൻ തീരസമതലം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉത്തരം ഞാൻ പറയാം. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. 1, 3. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. അപ്പോൾ താരതമ്യേന വീതി കുറഞ്ഞ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളത്തിൽ കിടക്കുന്നതാണ് നമ്മളുടെ പടിഞ്ഞാറൻ തീരസമതലം. അടുത്തത്. ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അത് അയ്യങ്കാളിയുമായി ബന്ധമുള്ളതാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യങ്കാളിയല്ല, വൈകുണ്ഠസ്വാമിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് അയ്യങ്കാളിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബന്ധമില്ലാത്തതാണ് വേണ്ടത്. ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രം. അടുത്ത ചോദ്യം. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. അടുത്തത്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണല്ലേ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ചമ്പാരനാണ്. ചമ്പാരനിലാണ് നീലം കർഷകരുടെ സമരം നടന്നത്. വർഷം ഏതാണ്? 1917. അടുത്ത ചോദ്യം. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ. അടുത്തത്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തത്
3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രം. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമാണല്ലേ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? നമ്മൾ ഇന്നലെ ഈ ഒരു ചോദ്യം കണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ ദേശീയ ഗാനം എന്താണ്? ജനഗണമനയാണ് അല്ലേ. ജനഗണമനയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആദ്യം, ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. 51 സെക്കൻഡാണോ? അല്ലല്ലേ, 52 സെക്കൻഡാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൻ്റെ ചുരുങ്ങിയ രൂപം ആലപിക്കാനായിട്ട് എത്ര സെക്കൻഡാണ് വേണ്ടത്? 20 സെക്കൻഡാണ് വേണ്ടത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 51 അല്ല, 52 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആണ് ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? മാലിനി ചൗധരി അല്ല, സരളാദേവി ചൗധുറാണിയാണ്. സരളാദേവി ചൗധുറാണിയാണ് 1911 INCയുടെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോൾ അതും തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം എഴുതിയത്. അപ്പോൾ ഇതും തെറ്റാണ്. ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരാണ്? ദേശീയ ഗീതം രചിച്ച ആളാണല്ലേ. അടുത്തത്, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻ എ ആണ്, ഫസൽ അലിയാണ്. ഓപ്ഷൻ ബി ആണ്, ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അടുത്തത്, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അതായത് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാൻഡമസ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയായ ആനന്ദമഠത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്.
അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 22 ഭാഷകളാണ് നിലവിലുള്ളത്. അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കരിമീനാണ്. കേരള ജോഗ്രഫിയാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 9 രാജ്യസഭാ സീറ്റുകളാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 3 നദികളാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല. അയ്യങ്കാളി ജനിച്ചതെന്ന്? അയ്യങ്കാളി ജനിച്ചതെന്നാണ്? 1863 ഓഗസ്റ്റ് 28. ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയും ഡോക്ടർ പി പൽപ്പുവാണ് ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ. അടുത്ത ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, വൈക്കമാണ്. വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ഓപ്ഷൻ എ ആണ്, കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. അടുത്ത ചോദ്യം, ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഓപ്ഷൻ ഡി ആണ്, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 40 ചോദ്യങ്ങൾ. 40 ചോദ്യങ്ങൾ കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം, അല്ലെന്നാണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ അങ്ങ് പോട്ടെ ഈ ഒരു മാസം അല്ല. അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഒരു പഠിക്കുന്ന 40 ചോദ്യങ്ങൾ അത്രയും നിങ്ങൾ കണ്ട് ഉറപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. വീണ്ടും ഒരു റീത്തിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്കിനി റിവിഷൻ ചെയ്യാൻ സമയമില്ല. ഇതൊരു റിവിഷനായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 1-2 വട്ടം ആ ഒരു ക്വസ്റ്റ്യൻ കേട്ട് അത് ഉറപ്പിക്കുക. ഇനി ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ റിവിഷനായിട്ട് വീഡിയോയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് കാണാം. നല്ലോണം പഠിച്ചവരാണെങ്കിൽ നമ്മൾ ആ ഒരു നോർമൽ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് റിവിഷൻ സമയമില്ല. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിവിഷന് വേണ്ടി എടുക്കേണ്ട മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത 40 ചോദ്യങ്ങളായിട്ട് നാളെ കാണാം. താങ്ക് യു.